കഞ്ഞിക്കും ചോറിനും കഴിക്കാൻ പറ്റിയ വളരെ സിമ്പിളായിട്ടുള്ള നാടൻ തേങ്ങാ ചമ്മന്തി കണ്ടാലോ. ഈ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് 3-4 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക്. പിന്നെ 2-3 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം പുളി, പിന്നെ 1 കപ്പ് തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കണത്. ഇതിന് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് പുളി വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം, എരിവ് വേണമെങ്കിൽ ചേർക്കാം. ചമ്മന്തിയിൽ അങ്ങനെയാണല്ലോ, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാൻ പറ്റും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാനിത് അരച്ചെടുക്കണത് കേട്ടോ. കുറച്ച് തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കണത്. ഒരുപാട് ഫൈനായിട്ട് നമ്മൾ അരച്ചെടുത്ത് കഴിഞ്ഞാൽ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ രീതിക്ക് വേണം ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒട്ടും അരയ്ക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചിട്ട് അരച്ചെടുക്കാം. അപ്പോൾ അതാ ഞാൻ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളാണെങ്കിലും കഴിക്കാൻ നല്ല രസമുള്ള ഒരു തേങ്ങാ ചമ്മന്തിയാണ്.